പിന്നെ എനിക്കൊരു ഇതെന്ന് പറയാം, ടൈപ്പ് കാസ്റ്റഡ് ആയി പോരുത് എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. നമ്മൾ കാണുന്നതിൽ മിക്കവാറും ഒരു സിനിമയിൽ അമ്മവേഷം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ തുടർന്ന് ഒരുപാട് സിനിമകളിലും സെയിം അമ്മവേഷത്തിൽ തന്നെ പോകുന്നതായിട്ട് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ബിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഡയറക്ടറാണ്. ചേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ചേട്ടൻ്റെ ഷോർട്ട് ഫിലിം ഒക്കെ ഓൾറെഡി ഹിറ്റാണ് യൂട്യൂബിലൊക്കെ. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ആന എന്ന് പറയുമ്പോ ചെവി മാത്രം വരുള്ളൂ, അതിനൊരു തുമ്പിക്കൈയും കൂടെ വരില്ലേ? ചിലപ്പോ ഉണ്ടാവില്ല തുമ്പിക്ക്. അപ്പൊ നീ അത് കണ്ടിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി. വേദന സഹിക്കണ്ടേ? സോറി, ഇവൻ അത് കണ്ടിട്ടില്ല പറഞ്ഞു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ്, നമ്മളായിട്ട് ഒരാൾക്കൊരു പ്രശ്നം, ഒരു ദ്രോഹം, നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹം, അറിയാതെ ചിലപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം, അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ദ്രോഹം ചെയ്യരുത്. എൻ്റെ 4 ബേബീസ് പോയിട്ടുണ്ട്, 4 അബോർഷൻ വന്നിട്ടുണ്ട് എനിക്ക്. വേറെ വിശേഷങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും നമുക്ക് വരണം. നമ്മുടെ പുതിയ ഫിലിം ഒക്കെ എന്തോ ചെയ്തല്ലോ, ഫിലിമിലോട്ടൊക്കെ. സോ നമുക്ക് അതിലേക്ക് കുറച്ച് കടന്നിട്ട് തിരിച്ച് വീണ്ടും പോകാം. ഫിലിം ഏതാ ചെയ്തേ? എൻ്റെ ഞാൻ ഓൾറെഡി കേശു ഈ വീടിന്റെ നാഥൻ സിനിമ കണ്ടിട്ടുണ്ടോ? അതായിരുന്നു എൻ്റെ ആദ്യത്തെ OTT റിലീസ് ആയിട്ടുള്ള മൂവി. അതായിരുന്നു ദിലീപേട്ടന്റെ കേശു ഈ വീടിന്റെ നാഥൻ. ആ പടത്തിനകത്ത് അതിനകത്ത് നസ്ലിൻ ആരോ എറിയില്ലേ? അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് ആരോ എറിയുന്നത്. ആ പെൺകുട്ടി അറിയോ? ആ പെൺകുട്ടിയുടെ അമ്മ. അമ്മയോ? ആ പെൺകുട്ടിയുടെ അമ്മ. അത് നിങ്ങൾ ആ സിനിമ കണ്ടറിയാം. ആ സീനാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന സീൻ. അതാണ് അതിനകത്ത് ആരോ എറിഞ്ഞിട്ട് ഈ ആരോ തപ്പി അതിനകത്ത് മറ്റേ ഇതുണ്ടല്ലോ, ലോട്ടറി ടിക്കറ്റിന്റെ അതിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ഒരു ഒറ്റ സീനേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ അതിനെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ OTT റിലീസ് ആയിട്ടുള്ള ഫസ്റ്റ് മൂവി. അതൊരു കൊറോണയ്ക്ക് മുന്നേ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് റിലീസ് ആയിട്ടുള്ള മൂവി അതാ. OTT റിലീസ്. അത് ഒരു കുഞ്ഞു കുട്ടിയുടെ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു. ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു. സെക്കൻഡ് മൂവി. അത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ സ്ത്രീ സംവിധായകരെ എംപവർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സ്ത്രീകളായിട്ടുള്ള ഡയറക്ടേഴ്സിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളവരുടെ ഒരു പ്രോജക്റ്റ്. അതിൽ മിനി IG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പടം ഡിവോഴ്സ്. മിനി IG, ആ ചേച്ചിയുടെ പേരാണ് മിനി IG. അപ്പൊ അതിനകത്ത് 6 സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്. 6 സ്ത്രീകളും വിവിധ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന 6 സ്ത്രീകൾ. അവരെല്ലാവരും ഹൈക്കോടതി ഫാമിലി കോർട്ടിലേക്ക് ഡിവോഴ്സിന് പോകുന്ന സിനിമയാണ്. ഈ 6 പേര് പല റീസണിലാണ് ഇവര് ഫാമിലി കോർട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ വെച്ച് തന്നെ പല സ്ത്രീകളും തമ്മിൽ കാണുന്നതും അവരുടെ അതിനകത്ത് സൈനബ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. 2 ഇതുപോലെ കുഞ്ഞുമക്കളുടെ ഭർത്താവ് നോക്കാത്ത വേറെ കാമുകിയോട് കൂടെ അവിടെ പോയി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൾക്കാർ അറിഞ്ഞോ? ഇല്ല, അതാ ഞാൻ പറയാൻ വരുന്നത്. അത് തിയേറ്ററിൽ റിലീസ് ആയിരുന്നു, പക്ഷെ അതൊരു കൊമേഴ്സ്യൽ മൂവി അല്ലല്ലോ, ഒരു ആർട്ട് മൂവി പോലെയാണ്. അതുകൊണ്ട് പിന്നെ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിനെ പോലത്തെ വലിയൊരു ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ, പ്രൊമോഷൻ കാര്യങ്ങൾ അങ്ങനൊന്നും ഇല്ല. അപ്പൊ അതങ്ങനെ. പക്ഷെ അതിനകത്ത് നല്ല നല്ല കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു. നമ്മളെ ചന്തുനാഥ് ഇല്ലേ, ചന്തു ചേട്ടൻ ഉണ്ടായിരുന്നു, മണിക്കുട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഷിബില ഫറ ആക്ട്രസ് ആണ്, അവരുണ്ടായിരുന്നു. പ്രിയംവദയെ പെട്ടെന്ന് പറഞ്ഞ തൊട്ടപ്പനകത്ത് നമ്മുടെ വിനായകന്റെ മകളായിട്ട് അഭിനയിച്ച, റോഷാക്കിനകത്ത് മമ്മൂട്ടിയുടെ ഒരു ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അത് ഇച്ചിരി മെലിഞ്ഞിട്ട് കുട്ടി, അവളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി നല്ല നല്ല നമ്മുടെ കീർത്തി സുരേഷിന്റെ ഫാദർ സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു ആ പടത്തിനകത്ത്. അങ്ങനെ കുറച്ച് അല്ലടാ, പ്രൊഡക്ഷൻ ഇതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രൊഡക്ഷനാണ്. അപ്പൊ അങ്ങനെ ആ പടം ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ റിലീസായി. പക്ഷെ ഈ
ഇങ്ങനത്തെ ഒരു പടം ആയതുകൊണ്ട് അധികം ആരും ശ്രദ്ധിക്കാണ്ട് പോയി. മൂന്നാമത് ചെയ്ത പടം വയസ്സെത്രയും 30 എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് കോഴിക്കോടൊക്കെ ബേസ് ചെയ്തിട്ട് അവിടെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഇതൊക്കെ വെച്ചിട്ട് പ്രശാന്ത് മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നായകനായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. 30+ ആയിട്ടും കല്യാണം നടക്കാണ്ടും അങ്ങനെയൊക്കെ വരുന്നത്. അതിനകത്തൊരു നേഴ്സിന്റെ ക്യാരക്ടറായിരുന്നു. അതായത് ഈ പുള്ളിക്കാരൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ജോലി നോക്കുന്നൊരു നേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്ര സ്ലാങ് ഒക്കെ പറഞ്ഞിട്ട് ആ നേഴ്സിന്റെ ഒരു ചെറിയൊരു സീൻ. അതാണ് എൻ്റെ റിലീസായിട്ടുള്ള 3 ചിത്രങ്ങൾ. പിന്നെ ചെയ്തതിലൊരു പടം റിലീസ് ആവാനുണ്ട്. അത് മുമ്പേ എടുത്ത പടം. മുമ്പെന്ന് വെച്ചാൽ ഒത്തിരി നാൾ മുമ്പ് ഒരു 5 വർഷമെങ്കിലും വരും പടം എടുത്തിട്ട്. പക്ഷെ അവരെന്താണെന്ന് അറിയില്ല, തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവി. അത് ഇതുവരെ കംപ്ലീറ്റ് ആയി, പക്ഷെ അത് ഡബിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഇതുവരെ അത് റിലീസ് ആയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പടം ചെയ്തു. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നാണ് സിനിമയുടെ പേര്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അതിനകത്ത് സ്റ്റാറിങ് വരുന്നത് അനശ്വര രാജനാണ് മെയിൻ കാസ്റ്റ്. അനശ്വര രാജനുണ്ട്, സിജു സണ്ണി, ജോമോൻ, നോബി ചേട്ടൻ, അസിസിക്ക, ഇവരൊക്കെ ഉണ്ട്. മല്ലിക സുകുമാരൻ, മല്ലിക അമ്മയുണ്ട്, ബൈജു ചേട്ടൻ. എന്റെ ക്യാരക്ടറിന്റെ പേര് സുധ എന്നാണ്. ഞാന് അസിസിക്കയുടെ വൈഫും അനശ്വരയുടെ അമ്മയും. അനശ്വരയുടെ അമ്മയും അസിസിക്കയുടെ. കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏത് ക്യാരക്ടറും ചെയ്യണമെന്നാണ്. അതും അഭിനയമാണല്ലോ. പക്ഷെ എന്നാലും ഇപ്പോൾ കാണുമ്പോൾ നായിക ലുക്ക് ഇല്ലെങ്കിലും അമ്മയുടെ ലുക്കൊന്നും ഇല്ല. സോ അത് വിളിക്കുമ്പോൾ ഉള്ളിൻ്റെ എപ്പോഴെങ്കിലും ഞാൻ നമ്മുടെ ലുക്കാണോ അതുകൊണ്ടാണോ വിളിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? മുമ്പൊക്കെ തോന്നിയിരുന്നു. നമുക്ക് തോന്നില്ല, നമുക്ക് അത്ര പ്രായം ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അത്ര പ്രായം ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ അമ്മ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ നേരത്തെ പറഞ്ഞില്ലേ സ്ക്രീൻ പ്രസൻസ്, സ്ക്രീനിൽ എനിക്ക് ഭയങ്കര ഏജ് ഫീൽ ചെയ്യുന്നു. അപ്പൊ ചിലപ്പോ എന്നെ നേരിട്ട് കണ്ടിട്ടല്ലല്ലോ, ഇതൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയല്ലേ വിളിക്കുന്നത്. അപ്പൊ ചിലപ്പോ അങ്ങനെ ഫോട്ടോ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൽ കാണുമ്പോഴൊക്കെ എന്നെ നല്ല ഏജ് തോന്നിക്കുന്നത് കൊണ്ടായിരിക്കും വിളിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന സിനിമയാണ്. നമ്മള് സിനിമ എന്റെ സ്വപ്നം. ഒരു വഴിയാണ്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് കോമഡിയിൽ കൂടെ ആണെങ്കിലും ഒരു ക്യാരക്ടർ റോള് ചെയ്യുന്ന ഒരു സിനിമ നടിയാവുക എന്നുള്ളതാണ്. പക്ഷെ അറിയപ്പെട്ടത് കോമഡി ആയിട്ടാണ്. അതെ. അപ്പൊ ഇതില് പക്ഷേ കോമഡി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ സിനിമയ്ക്കകത്ത് സീരിയസ് ക്യാരക്ടറാണ്. ഒത്തിരി ഒന്നും അങ്ങനെ ഭയങ്കര സിനിമയോ സീനുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും എനിക്ക് എൻ്റെ മാക്സിമം പെർഫോമൻസ് ലെവലിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. ഡൗട്ട് വെച്ചോട്ടെ, നോർമലി അമ്മ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ട് ക്യാരക്ടർ ഉണ്ടാവും. ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ആ കഥയ്ക്ക് വലിയ മാറ്റമില്ലാത്ത കുറെ ഉണ്ടല്ലോ, അതേപോലത്തെ ക്യാരക്ടർ ആണോ? അതെ, അല്ല, ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അമ്മയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാര്യം ഇത് പടം കാണുമ്പോൾ അറിയാം, അതിനകത്തൊരു നമ്മുടെ വീടും അതിനെപ്പറ്റി ചുറ്റുപറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ സിനിമയ്ക്കകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രാധാന്യം എനിക്കും ഉണ്ട്. പിന്നെ നീ ഒന്ന് ആലോചിച്ചൊക്കെ, എനിക്ക് 34 വയസ്സുണ്ട്. ഞാനൊരു 18ാമത്തെ വയസ്സിലൊക്കെ കെട്ടിയിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു 18 വയസ്സൊക്കെ അല്ല, ഒരു ഡിഗ്രി ഒക്കെ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന പ്രായത്തിലൊരു മോളോ മോനോ എനിക്കുണ്ടാവും. അതിനേക്കാൾ ഒരു ഇച്ചിരി പ്രായം കൂടുതലല്ലേ അനശ്വരിക്കുള്ളൂ. കുഴപ്പമില്ല, ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അല്ലടാ, പക്ഷെ നമ്മള് സിനിമ എന്ന് നമ്മുടെ സ്വപ്നമായിട്ട് അതിരിക്കുന്ന സമയത്ത് നമുക്കതിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മളങ്ങനെ അയ്യോ എനിക്ക് അത് വന്നാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ട് അതില് നമുക്ക് കിട്ടുന്ന ഇതുപോലെ കിട്ടാത്ത എത്രയോ പേരുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. നമ്മൾ എന്താണെന്ന് അതിലൂടെ മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്ത് കൊടുക്കുക, എക്സിബിറ്റ് ചെയ്യുക. നമ്മൾക്ക് ഇത്രയും കഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എക്സിബിറ്റ് ചെയ്യുമ്പോഴേ അവർക്ക് അറിയുള്ളൂ. അപ്പോഴേ അവർക്ക് വേറൊരു കഥാപാത്രത്തിന് നമ്മളെ വിളിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇപ്പം പിന്നെ എനിക്കൊരു ഇതെന്ന് പറയാം, ടൈപ്പ് കാസ്റ്റഡ് ആയി പോരുത് എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. കാരണം അമ്മ ഇപ്പൊ തന്നെയും സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ കാണുന്നതിൽ മിക്കവാറും ഒരു സിനിമയിൽ അമ്മ വേഷം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ തുടർന്ന് ഒരുപാട് സിനിമകളിലും സെയിം അമ്മ വേഷത്തിൽ തന്നെ പോകുന്നതായിട്ട് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ വ്യത്യസ്തമായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. ടൈപ്പ് കാസ്റ്റഡ് ആയി പോരുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ മാക്സിമം നമ്മൾ കിട്ടുന്നത് അമ്മവേഷം ആണെങ്കിൽ ചെയ്ത് നമ്മുടെ ഒരു കഴിവ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എക്സിബിറ്റ് ചെയ്താൽ മാത്രമേ
ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആ കുട്ടിയെ ഇന്ന ക്യാരക്ടറിന് വിളിച്ചാൽ അവൾ ചെയ്യുമായിരിക്കും. അവർക്കൊരു കോൺഫിഡൻസ് വേണം. ചുമ്മാ നമുക്ക് നമ്മളെ വിളിച്ചൊരു ക്യാരക്ടറൊന്നും ചുമ്മാ അവർക്ക് തരാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അവർക്കത് നമ്മളെ കൊണ്ട് പറ്റും. അവർക്കൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ ആദ്യം കിട്ടുന്നതൊക്കെ നമ്മൾ ചെയ്ത് ഫലിപ്പിക്കണം. പിന്നെ നമ്മുടെ ഈ പടത്തിന്റെ ഇത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ വിപിൻ ദാസ് സാറാണ്. വിപിൻ ദാസ് ആണ് വാഴയുടെ ഒക്കെ പ്രൊഡ്യൂസർ, പുള്ളിയാണ് ഇതിന്റെയും പ്രൊഡ്യൂസർ. വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഡയറക്ടറാണ്. ചേട്ടന്റെ ഫസ്റ്റ് മൂവിയാണ്. ചേട്ടന്റെ ഷോർട്ട് ഫിലിം ഒക്കെ ഓൾറെഡി ഹിറ്റാണ് യൂട്യൂബിലൊക്കെ. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. കാരണം അവരുടെ പടമാണ്, അവരെന്തുദ്ദേശിക്കുന്നു അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഓഡിയൻസിൻ്റെ രണ്ടാമത്തെ വിഷയമാണെന്ന് ഞാൻ കാണുന്നതാണ്. ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കാര്യം നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ആൾക്ക് നമ്മൾ ചെയ്തത് ഓക്കെ ആണ്, അവർ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് ആദ്യം. പിന്നെ നമ്മളും സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതും ഉണ്ട്. പിന്നെയാണ് ഓഡിയൻസ്. അവർക്ക് പലരും പല അഭിപ്രായക്കാരാണ്, പലരും പലതും പറയും. പിന്നെ ഇപ്പം രണ്ടാമത്തെ മൂവി ഇവരുടെ തന്നെ പ്രൊഡക്ഷനിൽ വരുന്ന മൂവിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. അതും അമ്മവേഷം തന്നെയാണ്. പക്ഷെ എന്നാലും അത് ഒരു ബ്രേക്ക് ആവും എന്ന് വിചാരിക്കുന്നു. അതെന്തായാലും ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല, വഴിയെ നമുക്ക് കാണാം. എന്താ ഫീൽ ചെയ്യുന്നത്? കാരണം നമ്മളിപ്പോ സിനിമ നടിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നാടകം ഫസ്റ്റ്, പിന്നെ അങ്ങനെ TV-സിൽ അങ്ങനെ വന്ന് ഇപ്പൊ സിനിമ ഉദ്ദേശിച്ച പോലെ വരുന്നു. എന്താ മനസ്സിൽ വിചാരിക്കുന്നത് ഇപ്പോൾ? ദൈവത്തിനോട് നന്ദി ആയിരിക്കും, ഓഫ് കോഴ്സ് ആയിരിക്കും. പക്ഷേ പിന്നെ എന്റെ ഫാമിലിയോട് ആണ്, അമ്മയോ ആ ഒരു സന്തോഷം എങ്ങനെ ഫീൽ ചെയ്യുന്നത് ഉള്ളിന്റെ ഉള്ളില്? ഇഷ്ടപ്പെട്ട സംഭവം നടക്കാൻ വരികയാണല്ലോ, ഒരുപാട് ഹാപ്പി ആവാറില്ല, എക്സൈറ്റഡ് ആവാറില്ല. അങ്ങനെയാണല്ലേ? കാരണം ഒരുപാട് മുമ്പ് നമ്മൾ ഒരുപാട് ഇതുപോലെ ആഗ്രഹിച്ചിട്ടും എക്സൈറ്റഡ് ആയിട്ടും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ. ഒന്ന് പറയാൻ പറ്റുമോ? ഇത് റിലേറ്റഡ് ആയിട്ടാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് പോയി ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ഉണ്ട്, ഇഷ്ടം പോലെ. ഏതെങ്കിലും ഒരു ചെറിയൊരു സംഭവം പുറത്തു പറയാൻ പറ്റുന്ന മാത്രം? പുറത്തൊന്നുമില്ല. എൻ്റെ 4 ബേബീസ് പോയിട്ടുണ്ട്, 4 അബോർഷൻ വന്നിട്ടുണ്ട് എനിക്ക്. അത് നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിട്ടും അത്രയും ഹാപ്പിനെസ്, 4 അപ്പൊ അത്രയും എക്സൈറ്റഡ് ആയിട്ടും അത്രയും ഹാപ്പിനെസ് ആയിട്ടും 4 തവണയും ഒരെണ്ണം മുമ്പ് അടുത്ത ഒരു 2-3 ഇയേഴ്സിന്റെ ഉള്ളിൽ 4. അപ്പൊ നമ്മൾ അത്രയും ആഗ്രഹിച്ചിരുന്നിട്ട് പോയ സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ആ ഒരു പെയിൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഒരു കാര്യം മാത്രം. അതേപോലെ പ്രൊഫഷണലി ആണെങ്കിലും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാസം? അങ്ങനെ 2 months. എല്ലാം 2 months കടക്കില്ല. ഈ മൂന്നാമത്തെ ഓക്കെ. അപ്പം ഈ മൂന്നാമത്തെ 4ാമത്തെ ആണ സമയത്ത് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, ഇതും കിട്ടില്ല എന്നുള്ള? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ഹാപ്പിനെസ്സും ഉണ്ട്, എക്സൈറ്റഡും ആണ്, എന്നാ ഒരു പേടിയും ഉണ്ട് ഉള്ളില്. കൂടാതെ ഈ പ്രഗ്നൻസി അനുഭവിക്കുന്ന വേറെ കുറെ ഹോർമോൺസ് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അതാ പറഞ്ഞ, അതിപ്പം നമ്മളപ്പോ അതിൽ നിന്ന് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകും. ഇപ്പൊ ലാസ്റ്റത്തത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2.5 years ആയി. ഞാൻ പിന്നെ അനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഒക്കെ ഹോസ്പിറ്റലിൽ പോവാത്തതിന്റെ റീസൺ എൻ്റെ ഹസ്ബൻഡാണ്. കാര്യം പുള്ളി പറഞ്ഞു ഇനി വേണ്ട പറഞ്ഞു. മീൻസ് ഇനി ട്രീറ്റ്മെന്റ് എടുത്ത് ഉള്ള മെഡിസിൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് അതിന്റെ ആവശ്യം? അച്ചു വേണ്ട, വിട്ടേക്ക്, ആവണമെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലെങ്കിൽ നീ എപ്പോഴാണ് മെന്റലി നെക്സ്റ്റ് ടൈം പ്രിപ്പയർഡ് ആവുന്നത് ആ സമയത്ത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല. പോകണം എന്നെനിക്ക് തോന്നുന്ന സമയത്ത്, ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ഞാൻ പോവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ആലോചിക്കാറുള്ളൂ ഇതിനെ പറ്റിയിട്ട്. ഇതൊരു മെയിൻ സ്ട്രീമിലിട്ട് ഞാൻ ഇപ്പോൾ നോക്കാറില്ല. എന്നാലും അതെന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഇല്ലാത്തവർ ഈ നാട്ടിൽ ജീവിക്കുന്നില്ലേ? എത്ര പേര് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്നവരില്ലേ? തീർച്ചയായും. അപ്പൊ ഞാനതൊക്കെയാണ് ആലോചിക്കുന്നത് ഇപ്പൊ. പിന്നെ എനിക്കിപ്പോ എന്നെ കുട്ടീനെ പോലെ നോക്കുന്ന ഹസ്ബൻഡ് ഉണ്ട്. എൻ്റെ അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം അവരും എന്നെ കുട്ടീനെ പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. ആ ഒരു സ്നേഹമൊക്കെ മേടിക്കുക, ആ സ്നേഹം തിരിച്ചു കൊടുക്കുക. ഇപ്പൊ എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കുട്ടി. അപ്പൊ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ. ഇത്രയും വിഷമം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഇപ്പൊ ഇത്രയും സന്തോഷം ആ സംസാരം, ആക്റ്റും കാര്യങ്ങളൊക്കെ. എടോ, എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. എന്നാലും ഇപ്പൊ ഈ പറഞ്ഞ വിഷമം എന്ന് പറഞ്ഞാൽ 4 കുട്ടികൾ അടുപ്പിച്ച് 1-2 കിട്ടാറുണ്ട് ജീവിതത്തിലൊക്കെ. എനിക്ക് 4 അല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് 4ാമത്തതിന്റെ സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞത്, അശ്വതി ഡോൺ വെറി, ഒന്നുകൊണ്ട് വിഷമിക്കരുത്,
തൊട്ടപ്പുറത്ത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അവരുടെ G9 ആണെന്നാണ്, അതായത് ഗസ്റ്റേഷൻ 9. അതായത് 8 പോയിട്ട് 9ാമത്തതാണ് അവർ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതെന്ന്. 8 പോയി. നമ്മൾ കേട്ടിരിക്കുന്ന ലെവലിൽ വെച്ചിട്ട് ഞാനിത് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാനപ്പോ ആലോചിക്കുന്നതാ, അങ്ങനെ വരെയും സംഭവിക്കാം. അപ്പൊ എനിക്ക് 4 അല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ നമ്മളെക്കാട്ടി കൂടുതൽ പ്രശ്നം ആലോചിച്ചിട്ട് നമ്മുടെ. പക്ഷെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറയട്ടെ, ഈ അബോഷൻസ് ഓരോന്ന് നടക്കുന്ന സമയത്തും എൻ്റെ ലൈഫിൽ വേറൊരു ഹാപ്പിനെസ് വരും. ആണല്ലേ? ഓക്കെ ഓക്കെ. അതെനിക്ക് ദൈവം കൊണ്ടുതരുന്നതാണ്. എൻ്റെ ഫസ്റ്റ് അബോഷൻ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ പിന്നെ ആദ്യമായിട്ട് കോമഡി സ്റ്റാർസിൽ പോകുന്നത്. അത് കഴിഞ്ഞൊരു 2 months ഒക്കെ ആയപ്പോഴാണ് ഞാൻ കോമഡി സ്റ്റാർസിൽ പോകുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തിയേറ്റർ ആർട്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ജോയിൻ ചെയ്യുന്നത് സെക്കൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അത് കഴിഞ്ഞ് 3rd 4th അടുപ്പിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫ്ലവേഴ്സിൽ കയറുന്നത്. ഞാൻ അത് പറഞ്ഞ അതെനിക്കൊരു വിഷമം ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും എൻ്റെ പ്രൊഫഷണലി എനിക്ക് ഭയങ്കരമായിട്ട് ദൈവം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നെ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ബാലൻസ്. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഞാൻ എൻഗേജ്ഡ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ അതിൻ്റെ ആ ഒരു ഭാഗം ഒരുപാട് ഓർത്ത് വിഷമിക്കാറില്ല. ഞാൻ ഇവിടെ എൻഗേജ്ഡ് ആണ് എപ്പോഴും. പിന്നെ എനിക്കൊരു പ്രഷറും ഇല്ല. എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും എനിക്ക് ഒരു പ്രഷറും ഇല്ല ഇതിൻ്റെ പേരിൽ. കുട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രഷറും ഇല്ല. 2 ഫാമിലിയിലൊന്നും എനിക്ക് പ്രഷറില്ല. പിന്നെ മറ്റുള്ളവരെന്തും പറയട്ടെ, ഒരുപാട് പേര് പറയുന്നുണ്ട് അവള് ഇതിനു വേണ്ടി നടക്കുന്നതുകൊണ്ടാണ് കുട്ടി ഉണ്ടാക്കാത്തതെന്ന്. ഞാൻ ആ ഭാഗം ഇപ്പം ശ്രദ്ധിക്കാറേ ഇല്ല. പറയുന്നവർക്ക് എന്തും പറയാടോ. നമ്മളുടെ ലൈഫ് നമ്മളുടേതാണ്. നമ്മളത് എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമുള്ള കാര്യമാണ്. ചിലരുണ്ട് അതിന് വേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ. കമന്റ് ആണെങ്കിലും അല്ലേ, അവരുടെ ഇഷ്ടം അതാണ്. സോ നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യം. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്, അതങ്ങനെ ആയിരിക്കും. പിന്നെ ഒരാളത്തെ പറയുമ്പോൾ അത് പറഞ്ഞു കഥകൾ മാറി വേറെ ലെവലിലേക്ക് പോരെ. അത് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നമ്മൾ അത് ആലോചിച്ചിട്ട് അവർ ഇങ്ങനെ പറയോ അങ്ങനെ ആയിരിക്കുമല്ലേ. നമ്മളറിയാലോ, നമ്മളെ അത് നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യരുത്. സീരിയസ് ആയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ്, നമ്മളായിട്ട് ഒരാൾക്കൊരു പ്രശ്നം, ഒരു ദ്രോഹം, നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹം, അറിയാതെ ചിലപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം. അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ദ്രോഹം ചെയ്യരുത്. അറിഞ്ഞുകൊണ്ട് ഒരാളുടെയും കഞ്ഞിക്കുടിയിൽ പാറ്റയിടരുത്. ഇതൊക്കെ നമ്മൾ അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. കഴിഞ്ഞ ദിവസം കുറച്ച് ഫോട്ടോസ് കണ്ടിരുന്നു, അതിൽ കുറേ ടാറ്റു ഇവിടെയും. സോ അതെന്താ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാറ്റു ചെയ്യാൻ. അത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. കാരണം ചേട്ടൻ ആദ്യം ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ പല ഫോട്ടോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. എന്റെ ഫസ്റ്റ് ടാറ്റു ഇതായിരുന്നു. ഓല എന്നൊക്കെ പറയാം അങ്ങനെ. അതെ അങ്ങനെ ഒരു ഇത് ടാറ്റു. ഇത് ഫസ്റ്റത്തെ ടാറ്റു ആണ്. സെക്കൻഡ് ടാറ്റു ഇതാ, അമ്മയും കുഞ്ഞും. എനിക്ക് അമ്മയും കുഞ്ഞും എന്നുള്ള കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്തതാണ് ഇത്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, അത് ഡുംബോ ഇല്ലേ, നമ്മുടെ ചെവി പറക്കണ ചെവിയുള്ള ആനയില്ലേ, പറക്കണ ചെവിയുള്ള മറ്റേ ഡിസ്നി പിക്ചേഴ്സിന്റെ ക്യാരക്ടറില്ലേ, അതിന്റെ ഒരെണ്ണം ഇവിടെ. ആ വലിയ ചെവിയായിട്ടുള്ള ഒരു ആനയില്ലേ, ആനക്കുട്ടി, അതിന്റെ ഇവിടെ ഉണ്ട്. സെൻട്രൽ മൂക്കായിട്ട്. ആനക്ക് പിന്നെ സെന്ററിൽ മൂക്കിലിടാം. അതല്ല, ചെവി മാത്രമാണോ? ഓഫ്, ആന എന്ന് പറയുമ്പോ ചെവി മാത്രം വരൂടാ, അതിനൊരു തുമ്പിക്കയും കൂടെ വരില്ലേ? ചിലപ്പോ ഉണ്ടാവില്ല, തുമ്പിക്ക് അപ്പൊ നീ അത് കണ്ടിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി. വേദന സഹിക്കണ്ടേ? സോറി, ഇവൻ അത് കണ്ടിട്ടില്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എവിടെയോ നീ ആദ്യം പോയി അത് നോക്ക്, എന്നിട്ട് പറയാം. പിന്നെ ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരു മരത്തിന്റെ താഴെ ഒരു അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത്. അമ്മയും കുഞ്ഞും വിടില്ലല്ലോ. വിടില്ല, അമ്മയും കുഞ്ഞും പാല് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ താഴെ അതിന്റെ ഒരു മണ്ഡല ഡിസൈൻ എന്ന് പറയും. അത് ഇവിടെ നിന്ന് ഇവിടം വരെ. ഇതാണ് ഇച്ചിരി കടുത്തത്. 6 മണിക്കൂർ എടുത്തു ഇത് ചെയ്യാൻ. പെയിൻ ഉണ്ടായിരുന്നല്ലേ? നല്ല സുഖമായിരുന്നു. എന്ത് ചോദ്യാണ്, ക്യാമറ
6 മണിക്കൂർ അല്ല ചില പറയുന്നുണ്ട് ഇച്ചിരി വേദനയുള്ളൂ, ഒരു ചെറിയ തരിപ്പുള്ള വേദനയുള്ളൂ, അത്ര സഹിക്കാൻ. അല്ലല്ല, വേദനയൊക്കെ ഉണ്ടാവും. അത് 6 മണിക്കൂർ ഒക്കെ ചെയ്യുമ്പോൾ വേദന എടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരെണ്ണം ചെയ്തിട്ട് ഇവരപ്പുറത്ത് പോകും. അത് കഴിഞ്ഞപ്പം നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഇത് ഹീലാവാൻ തുടങ്ങും. അപ്പം ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇവർ അപ്പുറത്ത് പോയി ചെയ്യുമ്പോൾ ഇത് ഹീലാവാൻ തുടങ്ങും. എന്നിട്ട് എഗെയിൻ ഇവർ ഇവിടെ നിന്ന് ഇപ്പുറത്ത് വരും, ഇത് ഷെയ്ഡ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ആയിട്ട്. അപ്പൊ ഈ ഹീലായി തുടങ്ങിയതിൽ തന്നെ പിന്നെയും അപ്പൊ അത് നല്ല പെയിൻ ഉണ്ടാവും. അന്ന് മൊത്തം പനിയുടെ ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. 3 ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് മൈൻഡ് ചെയ്യാം. കാരണം ഇത്രയും നേരം സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. അറിഞ്ഞായിരുന്നോ സമയം? ഞാൻ അറിഞ്ഞു, നീ അറിഞ്ഞായിരുന്നല്ലേ? അതങ്ങനെ ആയിരുന്നില്ലല്ലോ. സ്ക്രിപ്റ്റ് സത്യം പറ, അറിഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നീയാ പറഞ്ഞത് 3 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. 3 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് കുറേ ചോദിക്കണമെന്നുണ്ട്, കുറേ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വെക്കാം. തീർച്ചയായും വെക്കേണ്ടി സത്യം കുറെ വീണ്ടും ചോദിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാവരും പറയുന്നുണ്ട് ഫിലിം ഫീൽഡ് അത്ര ശരിയില്ല, അല്ലെങ്കിൽ മോശമാണ്, അങ്ങനെ എന്നൊക്കെ. അപ്പോൾ വരുന്ന ആൾക്കാർ, കമ്മിങ് ലേഡീസിനൊക്കെ എങ്ങനെയാണ്? സേഫ് ആണോ? ഇപ്പോൾ കറളി എന്താണ് ശരിക്കും നടക്കുന്നത്? ഫീമെയിൽസിന് മാത്രമാണോ അതോ മെയിൽസും? മെയിൽസ് ആണെങ്കിലും ഫീമെയിൽ മാത്രമൊന്നുമല്ല, മെയിൽസും ഉണ്ട്. ആണല്ലേ? രണ്ടുപേരുടെയും കാര്യം നമ്മൾ പറയണം. നമ്മൾ എന്തിനാണ് ഫീമെയിൽസിനെ മാത്രം പറയണത്? കാരണം ഞാൻ ചോദിക്കട്ടെ, ഒരു മെയിൽ അല്ലേ നീ? നിനക്ക് അല്ല, സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കാം, നിനക്ക് തോന്നുന്നുണ്ടോ ഫീമെയിൽസിന് മാത്രമാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉള്ളത്? നമ്മൾ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ ഫീമെയിൽസിനായിരിക്കുമെന്നേ ഉള്ളൂ. പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മെയിൽസും ഉണ്ട്. അപ്പം ഞാൻ അവർക്ക് രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അത് ഡിപ്പെൻസ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച്, നമ്മളെ ബന്ധപ്പെട്ടിട്ടിരിക്കും. അത് നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതനുസരിച്ചാണോ? കാരണം നമ്മൾ എങ്ങനെയാണോ ഒരാളോട് നിൽക്കുന്നത് അതുപോലെ ഇരിക്കും. നമ്മൾ നമ്മളെല്ലാവരോടും പറയാറില്ലേ, നീ ഇച്ചിരി ഇളത് വെച്ചു കൊടുത്തിട്ടാണ് നിന്റെ തലേ കയറി ഇരുന്നതെന്ന്. അത് തന്നെയാണ് നമ്മൾ എന്തായിരിക്കണം എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ നമ്മൾ എടുക്കുക. അതെ, നമ്മളായിട്ട് ഇരിക്കണം. നമുക്ക് കഴിവുണ്ടോ, നമുക്ക് ഹാർഡ് വർക്ക് ഉണ്ടോ, നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് എത്താൻ നമ്മൾ ട്രൈ ചെയ്യുക. പക്ഷെ ട്രൈ ചെയ്യുന്ന വഴികൾ എന്താണ് എന്നുള്ളതിന് ആണ് ഈ സേഫും ഈ പ്രശ്നം വരുന്നത് അവിടെയാണ്. നമ്മൾ നേരായ വഴിയിൽ നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ ഇതിനാണ് ഈ വളഞ്ഞ് കുറുകി തിരിഞ്ഞൊക്കെ പോകുന്നത്. പിന്നെ ഈ വളഞ്ഞ വഴിയിൽ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നവർ പൊക്കോട്ടെ. പക്ഷെ പോയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. ഈ നേരായ വഴിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കത് നേരായ വഴി ആയിരിക്കും കേട്ടോ. ഞാൻ അത് അവരുടെ വ്യൂ പോയിന്റിൽ അത് അവർക്ക് സ്ട്രെയിറ്റ് വഴിയായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നത്, നമ്മളായിട്ടിരിക്കുക. നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയുക. നമ്മൾ നോ പറയേണ്ട അടുത്ത് നമ്മൾ നോ തന്നെ പറയുക. ഇപ്പം തീർച്ചയായിട്ടും പിന്നെ വേണമെങ്കിൽ അതെന്റെ കൂടെ നിൽക്കുന്ന ചേട്ടന്മാർക്ക് എല്ലാവർക്കും അറിയാം. ആരാ നോ പറഞ്ഞത്? ഈ ഫീൽഡ് തന്നെയാണോ? ഓ, അപ്പൊ ഞാനിപ്പോ ഈ ഫീൽഡിലല്ലേ നിൽക്കുന്നത്. എന്തുവാണ് ഇവരോടല്ലേ പറയാൻ പറ്റും. പിന്നെ നമ്മൾ പറയട്ടെ, കോളേജ് സമയത്തോ അങ്ങനെ കോളേജ് സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ. അതൊക്കെ ക്രഷും പ്രേമവും ഒക്കെ അല്ലേ. അതൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനു വെറുതെ ചുമ്മാ പറയുന്നത്? എല്ലാരും കുടുംബവും കുട്ടികളായിട്ടൊക്കെ ജീവിക്കുന്നത് നമ്മളായിട്ട്. എത്ര പേരുന്നല്ലേ? അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ അത് നമുക്ക് പറയണം. നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ നോ എന്ന് പറയണം. ചിലപ്പോൾ നമ്മൾ നോ പറഞ്ഞോട് നമുക്കൊരു അവസരം പോവുമായിരിക്കും. ആ പോയ അവസരം പോട്ടെ എന്ന് വെക്കണോടോ. നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിടിക്കല്ലേ. നമ്മളത് വിട്ടുകളാ, എന്നിട്ട് വേറെ ട്രൈ ചെയ്യും. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചിലപ്പം ഞാനൊക്കെ ചിലപ്പോൾ ഇത്ര ലേറ്റ് ആയത് ചിലപ്പോൾ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്കിപ്പോൾ ഒരു അവസരം കിട്ടാൻ. പിന്നെ പറയുന്നവർ പറയുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുക. പിന്നെ അത് നാളെ തെറ്റായി പോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ പഴിചാരിയിട്ട് കാര്യമില്ല. അതിന് നമ്മൾ നന്നായിട്ട് ആലോചിക്കുക. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ,
ഞാൻ അവരോട് എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്നോട് ഒരു കാര്യം ചെയ്യാൻ വരുമ്പോ ഇവരോട് ചോദിക്കുകയാണ്, എടാ ഞാൻ അങ്ങനെ ഇത് നീ പൊക്കോ, പക്ഷെ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വരണം, അത് പിന്നെ എന്നോട് വന്ന് പറയരുത് എന്ന് പറയാൻ ഒരു ട്രാക്ക് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. കാര്യം എന്നോട് ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിയാവുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഈ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാൻ അതാ നേരത്തെ പറഞ്ഞു, അത് ഡിപ്പെൻഡ്സ് ഓൺ ആണ്. എന്നെ സംബന്ധിച്ചിരിക്കും എൻ്റെ കാര്യങ്ങൾ. അത് മറ്റുള്ളവരും ഇതിട്ട് പോയിട്ട് പിന്നെ കുറ്റം പറയണതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ ആ ഡിസിഷനിൽ നമ്മൾ നിൽക്കുക. ആരും നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെയാണോ അല്ല, അതൊന്നും എന്റെ ലൈഫിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി നമ്മളെ ഒരിടത്തും കൊണ്ടുപോയി പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ നിർബന്ധിച്ച് ഒന്നിലേക്ക് തള്ളി വിടുക, അങ്ങനെയൊന്നും ഇത് ഇത്രയും കൊല്ലമായി ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്ക് നേരിട്ടിട്ടില്ല. നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ. അത് അവരവിടെ വിടും, നമ്മളതിന് പിന്നെ അതിനെ പറ്റി സംസാരിക്കണം ആവശ്യമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം സംസാരിച്ച ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര എനർജി ആണ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഇതിന് ആദ്യം വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, കാരണം മുമ്പ് കണ്ടിട്ടില്ലല്ലോ, സംസാരം കാണാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വൈബായി അല്ലേ. സോ താങ്ക് യു സോ മച്ച്. ഇനിയും വളരെ ലെവലിൽ എത്തട്ടെ. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രഷറോട് പറയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. പ്രേക്ഷകരോട് എന്താ പറയുക, ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സപ്പോർട്ടും ഈ സ്നേഹവും ഒക്കെ തുടർന്നും ഉണ്ടാവണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ഒരുപാട് സിനിമകളിലൂടെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി, താങ്ക് യു. അപ്പോൾ അടുത്ത സിനിമയിൽ അഭിനയിച്ചിട്ട് അടുത്ത റിവ്യൂ ഈ ഫിലിമിൻ്റെ വിജയ ആശംസകൾ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ.